ഹായ് ഫ്രണ്ട്സ്, +1 +2 എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് +1 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മുൻ വർഷം ചോദിച്ച 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ചാപ്റ്റർ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന പാഠമാണ്. ഇതിൽ നിന്നുള്ള ചോദ്യം ശ്രദ്ധിക്കുക. ഈ ചോദ്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും അത് ചെയ്യാൻ ശ്രമിക്കുകയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. നിങ്ങൾ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതാണ്. ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഫൈൻഡ് ദ ഡിഗ്രി മെഷർമെന്റ് കറസ്പോണ്ടിങ് 11/14 radians. Use pi is equal to 22/7. ഇവിടെ നമുക്ക് ഡിഗ്രി മെഷർമെന്റ് ആണ് കാണേണ്ടത്. അതിന് നമുക്ക് 11/14 എന്ന് പറയുന്ന റേഡിയൻ മെഷർമെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ തന്ന റേഡിയൻ മെഷർമെന്റിനെ 180/π കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി മെഷർമെന്റ് കിട്ടും. ഇവിടെ ഈ പൈക്ക് 22/7 എന്ന വാല്യൂ ചെയ്യാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം എഴുതുമ്പോ നമുക്കറിയാം ഡിഗ്രി മെഷർമെന്റ് ആണ് കാണേണ്ടത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? റേഡിയൻ മെഷർമെന്റിനെ 180/π കൊണ്ട് എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ റേഡിയൻ മെഷർമെന്റ് 11/14 ഇൻറ്റു 180/, പൈക്ക് പകരം 22/7 ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ വരുമ്പോ നമ്മള് ഈ 11/14 അതുപോലെ എഴുതിയിട്ട് 180 അതുപോലെ എഴുതാം. എന്നിട്ട് ഈ 22/7 റെസിപ്രോക്കൽ എടുക്കുമ്പോ 7 മുകളിലോട്ടും 22 താഴെയും കിടക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുമ്പോൾ 11 22 2 ടൈംസ് പോകും, സംശയമില്ലല്ലോ. ഈ 14 7 2 ടൈംസ് പോകും. അങ്ങനെ ലാസ്റ്റ് വരുമ്പോ നമുക്ക് എന്ത് കിട്ടും? 180/4. അപ്പൊ എന്താ റിസൾട്ടിലേക്ക് പോവാ നമ്മള്? അപ്പോ 45 ഡിഗ്രിയിലേക്ക് പോകും. അതായത് 11/4 റേഡിയൻ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 45 ഡിഗ്രി കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒന്ന് നമ്മൾ ചെയ്തു. രണ്ടാമത്തത് കോസെക്സിന്റെ റിസൾട്ട് തന്നിട്ടുണ്ട്. കോസെക്സിന്റെ റിസൾട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വെറുതെ വരച്ചു വെക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ 60 വരച്ച് ചെയ്താൽ നമുക്ക് ഇവിടെ √3 അതിന്റെ റേഷ്യോ കൊടുക്കാം. ഇവിടെ 90 ചെയ്താൽ ഇവിടെ 2 റേഷ്യോ കൊടുക്കാം. ഇവിടെ 30 വന്നു കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ എത്ര കൊടുക്കാം? 1 കൊടുക്കാം. ചെറിയ ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചതാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അതായത് 30 ഓപ്പോസിറ്റില് 1, 60 ഓപ്പോസിറ്റില് √3, 90 ഓപ്പോസിറ്റില് എത്ര കിട്ടും? 2 കിട്ടും. ഓക്കെ, ഇത് നമ്മൾക്ക് ഇവിടെ അറിഞ്ഞിരിക്കാൻ നിർബന്ധമാണ്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? കോസെക്സ് ആണ് തന്നിരിക്കുന്നത്. കോസെക്സ് ഈസ് ഈക്വൽ ടു -1/2. ഈ -1/2 വരാൻ ഒരു കാരണം പറയുന്നുണ്ട്. ഇത് എടുക്കുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പോ എക്സ് എവിടെയാണ് ലൈ ചെയ്തിരിക്കുന്നത്? തേർഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ ക്വാഡ്രന്റുകൾ പഠിക്കുന്ന സമയത്ത് ക്വാഡ്രന്റുകൾ പഠിക്കുമ്പോ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതാണ് തേർഡ് ക്വാഡ്രന്റ്, ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, നിങ്ങൾ ക്വാഡ്രന്റുകൾ പഠിക്കുമ്പോ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതാണ് തേർഡ് ക്വാഡ്രന്റ്, ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റ്. ഇവിടെയാണ് എന്ത് വരാ? 0 0. ഇനി ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ് വാല്യൂസ് ആണ്. ഓൾ പോസിറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? സൈൻ പോസിറ്റീവ് ആണ്, കോസ് പോസിറ്റീവ് ആണ്, ടാൻ പോസിറ്റീവ് ആണ്. കൂടാതെ കൊസീക്ക് പോസിറ്റീവ് ആയിരിക്കും, സീക്ക് പോസിറ്റീവ് ആയിരിക്കും, ദെൻ കോട്ട് പോസിറ്റീവ് ആയിരിക്കും. ഇതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. എന്നാ ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ് ഉണ്ടാവുക. ബാക്കി എല്ലാതും അവിടെ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇവിടെ സീക്ക്, ടാന്, കോസ്, കോട്ട് ഇവ നെഗറ്റീവ് ആയിരിക്കും.
ഇതിൽ വരുമ്പോ നമുക്ക് എന്തൊക്കെ വരും? ഇവിടെ ടാനും കോട്ടും മാത്രമേ എന്തുണ്ടാവുള്ളൂ? പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാതും ഇതിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ഈ ഫോർത്ത് ക്വാഡ്രന്റില് നമുക്ക് കോസും സിക്കും മാത്രമേ പോസിറ്റീവ് ആവാം. ബാക്കി എല്ലാ വാല്യൂസും എന്തായിരിക്കും വരാ? ബാക്കി എല്ലാ വാല്യൂസും നെഗറ്റീവ് ആയിരിക്കും വരാം. ശ്രദ്ധിക്കാം, നമുക്ക് തന്നിരിക്കുന്നത് കോസ് എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോറ്റന്യൂസിനെയാണ് നമ്മൾ എന്ത് പറയാ? കോസ് എന്ന് പറയാം. അപ്പൊ അഡ്ജസന്റ് സൈഡ് തന്നിരിക്കുന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ഏതാ? റിസൾട്ട് കിട്ടിയത് 1/2 ആണ്. അപ്പൊ ഈ 60യുടെ അഡ്ജസന്റ് സൈഡ് ആണ് ഇത്. ഓക്കെ, ഹൈപ്പോറ്റന്യൂസ് ആണ് 2. ഹൈപ്പോറ്റന്യൂസ് 2, 60യുടെ അഡ്ജസന്റ് സൈഡ് ഇത്. നമുക്ക് റിസൾട്ട് കിട്ടിയത് അഡ്ജസന്റ് സൈഡ് 1ഉം ഹൈപ്പോറ്റന്യൂസ് 2 ആണ്. എങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? സൈൻ എക്സ് ആണ്. സൈൻ എക്സ് എങ്ങനെ കാണും? സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോറ്റന്യൂസ്. അത് നമുക്ക് 1ഉം 2 അല്ലാത്ത റിസൾട്ട് ഏതാണ്? √3 ആണ്. 1ഉം 2 അല്ലാത്ത റിസൾട്ട് √3 ആണ്. ബൈ ഹൈപ്പോറ്റന്യൂസ് ഏതാ വരാ? 2 ആണ് വരാം. നമുക്കറിയാം ഇവർ ചോദിച്ചിരിക്കുന്നത് സൈനും ടാനും ആണ്. തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ ടാന് പോസിറ്റീവ് വരും, സൈൻ എന്താ വരാ? നെഗറ്റീവാ വരാം. കാരണം തേർഡ് ക്വാഡ്രന്റിൽ ആകെ 2 പോസിറ്റീവ് ഉള്ളൂ, അതിൽ സൈൻ ഇല്ല. എങ്കിൽ സൈന് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്താം? നെഗറ്റീവ് √3/2 എന്ന് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്തു? അടുത്തത് ടാൻ എഴുതും. ടാൻ എന്താ പറയാ? ടാന് ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്ത് ചെയ്താൽ പറ്റും നമുക്ക്? അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് √3 ആണ്. അഡ്ജസന്റ് സൈഡ് ഏതാണ്? നമ്മൾ നേരത്തെ മേലെ ചെയ്യില്ലേ? 1 ആണ്. √3/1 ഇസ് ഈക്വൽ ടു √3 തന്നെ കിട്ടും. ഓക്കെ, ഇതാണ് അഡ്ജസന്റ് സൈഡ് വരാം. അപ്പൊ ടാന് തേർഡ് ക്വാഡ്രന്റിൽ എന്താണ്? പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഈ റിസൾട്ടും പോസിറ്റീവ് ആണ്. മനസ്സിലാകുമെന്ന് വിചാരിക്കും. 1-2 തവണ ക്ലാസ് കാണുക, റിപ്പീറ്റ് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.